പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയ ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലൊരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ റീൽ അവസാനം വരെ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ റീൽ ഒന്ന് അയച്ചു കൊടുക്കുക. പ്ലസ് ടു റിസൾട്ട് നമ്മൾ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഈ തോറ്റുകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റുപോയത്? നിങ്ങൾ അതൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ തോൽവിയുടെ കാരണം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചുകൊണ്ടായിരിക്കാം. ആ ഒരു കൊല്ലം മുഴുവൻ നിങ്ങളുടെ മുന്നിലുണ്ടായിട്ട് ആ സമയത്തൊന്നും പഠിക്കാതെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവാം. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ. ഒരു കൂട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ 4 ആൾ പാസ്സായി, ഒരാൾ തോറ്റുപോയി. അങ്ങനത്തെ ഒരുപാട് സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? നിങ്ങൾ സിനിമ കാണാൻ വിളിച്ചുകൊണ്ടോ, പുറത്ത് ഫുട്ബോൾ കാണാൻ വിളിച്ചുകൊണ്ടോ, ചിലപ്പോൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ടോ. പക്ഷേ അവരുടേതായ സമയത്ത് പഠിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവരെ കൂടെ പോകുന്നു. ബാക്കി ഒഴിവ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പഠിക്കുന്നില്ല. അങ്ങനെ പഠിക്കാതെ നിങ്ങൾ എക്സാമിന് തലേ നിങ്ങൾക്കൊരു ബോധോദയം വന്നു. ആ സമയത്ത് നിങ്ങൾ പഠിച്ചു. ആ സമയത്ത് മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പാസ്സാൻ പറ്റും? ഒരിക്കലുമില്ല. അങ്ങനെയാണ് ശരിക്കും നിങ്ങൾ തോറ്റുപോയതില്ലേ. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് നിങ്ങളുടെ തോൽവിയുടെ കാരണം? ശരിക്കും പഠിക്കാത്തത് കൊണ്ട് തന്നെയല്ലേ? ബാക്കി എന്തൊക്കെ റീസൺസ് പറഞ്ഞാലും ശരിക്കും പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ തോറ്റുപോയത്. ഈ പ്ലസ് ടു തോറ്റ ആളുകൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോഴും ശരിക്കും തോറ്റിട്ടില്ല. നിങ്ങൾക്ക് ജയിക്കാൻ ഒരു അവസരം കൂടിയുണ്ട്. സേ എക്സാം, സേവ് എ ഇയർ എന്നാണ് ഫുൾ ഫോം. നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കാൻ ഒരു അവസരം കൂടിയുണ്ട്. സേ എക്സാം. നിങ്ങൾ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങളെ കുത്തുവാക്കുകളിലൂടെ നിങ്ങളെ മനസ്സിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മുഖത്തൊക്കെ നിങ്ങൾക്ക് വിജയിച്ചുകൊണ്ട് ഇങ്ങനെ തലയോർത്ത് നടക്കാനുള്ള ഒരവസരമാണ് നിങ്ങളുടെ സേ എക്സാം. ആ സേ എക്സാം എഴുതി നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ തോറ്റിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ പാസ്സാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ സേ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരാൾ കെമിസ്ട്രി തോറ്റു പോയിട്ടുണ്ടാവാം, കൊമേഴ്സ് പഠിക്കുന്ന ഒരാൾ അക്കൗണ്ടൻസി തോറ്റു പോയിട്ടുണ്ടാവാം, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരാൾ എക്കണോമിക്സ് തോറ്റു പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ തോറ്റ സബ്ജക്റ്റ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ ഈ ഒരു അവസരം കൂടിയുണ്ട്. ജൂണിലാണ് നിങ്ങളുടെ സേ എക്സാം വരുന്നത്. അപ്പോൾ ആ സേ എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് പാസ്സായി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ട്രെയിനിങ് ആവശ്യമാണ്. അതിനായിട്ട് എഡ്യൂപോർട്ട് സേ എക്സാമിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചുതരാം. ആ ലിങ്ക് കയറിയിട്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൻ്റെ സേ എക്സാമിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക, നമ്മുടെ കൂടി പഠിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങളെ കളിയാക്കിയവരോട്, നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങൾ നോക്കി കളിയാക്കി ചിരിച്ചവരോട്, നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങളെ കുത്തുവാക്കുകളിലൂടെ കളിയാക്കിയവരോട്, നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയവരോട്, നിങ്ങൾ തോറ്റപ്പോൾ നിങ്ങളെ ചീത്ത പറഞ്ഞവരുടെ മുന്നിലൊക്കെ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ സേ എക്സാം. ആ അവസരത്തെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ആ സേ എക്സാം നിങ്ങളൊരു യുദ്ധത്തിനിറങ്ങുന്ന പോരാളിയെ പോലെ പോരാടുക. ആ സേ എക്സാമിലേക്ക് ഇറങ്ങുമ്പോൾ ലോകം കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ചക്രവർത്തിയെ പോലെ നിങ്ങൾ പോരാടുക. ആ സേ എക്സാമിന് ഇറങ്ങുമ്പോൾ വേൾഡ് കപ്പ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കളിക്കാരൻ്റെ പോരാട്ട വിധത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങുക. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരുന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്നും അവസാനിച്ചിട്ടില്ല. സേ എക്സാം എന്നൊരു രക്ഷാ കവചം കൂടി നിങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട്. ആ സേ എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ എഡ്യൂപോർട്ടിന്റെ കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ തോറ്റ വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറയാം. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, അങ്ങനെ ഉഷാറാക്കി പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. ഞാൻ ബാക്കി പറഞ്ഞു. അപ്പോൾ എല്ലാവരും സേ എക്സാം എഴുതി പാസ്സാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.